നമസ്കാരം. ടാരോ കാർഡും ന്യൂമറോളജിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം, അതായത് പേഴ്സണാലിറ്റി എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടോ? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതായത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പ്രശ്നം എന്തെന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ മൂലം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം, അതായത് നമുക്ക് സാധ്യമായത് എന്താണ്, അത് ന്യൂമറോളജി പ്രകാരം എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഹായ്, ഐ എം പ്രദീപ് ആൻഡ് ഐ ടീച്ച് ടാരോ കാർഡ് ആൻഡ് ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് 1 lakh people to connect intellect with intuition so that you can lead a life of happiness, prosperity and fulfillment. And let's jump into the video. 6 ഘട്ടങ്ങളായിട്ടാണ് ഈ വീഡിയോ ഞാൻ തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് എന്താണ് പേഴ്സണാലിറ്റി, അത് സൈക്കോളജിയിലും പിന്നെ ന്യൂമറോളജിയിലും. പിന്നെ എന്താണ് ന്യൂമറോളജിയും എന്താണ് ടാരോ, അത് ബേസിക് ആയിട്ട് കാര്യങ്ങളുള്ളൂ. പിന്നെ ലൈഫ് പാത്ത് നമ്പർ എന്താണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് എങ്ങനെയാണ് ടാരോ ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി കണക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാനും അതിലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പേഴ്സണാലിറ്റി എന്താണ്, നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത്. പൊതുവേ നിങ്ങൾക്കറിയാലോ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് വ്യക്തിത്വം എന്ന് പൊതുവേ നമ്മൾ അറിയപ്പെടുന്നത് പുറമേ കാണുന്ന ഒരു വ്യക്തിയുടെ ഇത് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, സൈക്കോളജിയിലെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ സവിശേഷമായ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അളക്കുന്നതിന് ഉള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷേ ന്യൂമറോളജിയിൽ ഇങ്ങനെയല്ല. അതായത് സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പുറമേ കാണുന്ന, അതായത് നമ്മുടെ പെരുമാറ്റങ്ങളും വികാരങ്ങളും ചിന്തകളുമാണ് പറയുന്നതെങ്കിൽ, ന്യൂമറോളജിയിൽ എത്തുമ്പോൾ നമ്മുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഉപയോഗിച്ച് നമ്മുടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവവും അയാളുടെ സാധ്യത, അതായത് വാട്ട് ഈസ് യുവർ പോസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സാധ്യത, ഇതിനോർത്ത് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ വളരണം എന്ന വളരെ പോസിറ്റീവായിട്ട് സന്ദേശമാണ് ന്യൂമറോളജി തരുന്നത്. ഇതിൽ നമ്മൾ ലൈഫ് പാത്ത് നമ്പറാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ പേര് ഉള്ള ഉപയോഗിച്ച് വേറെ വീഡിയോ ഞാൻ പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി എന്താണ് ന്യൂമറോളജിയുടെ പേർപ്പസ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. 6 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സംഖ്യാശാസ്ത്രം, ന്യൂമറോളജി അനുസരിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു നമ്പറിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റും. അതായത് ഒരു മൂല്യം, ഒരു നമ്പറിന് ഒരു മൂല്യമുണ്ടല്ലോ, ആ മൂല്യത്തിലേക്ക് ചുരുക്കാം. അതാണ് ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്. 2, നമ്മുടെ ജീവിതത്തിൽ സംഖ്യകളും നമ്മുടെ ജീവിതം തമ്മിലുള്ള എന്താണ് കണക്ഷൻ. അത് നമ്മളതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പൈതഗോറസ് ആണ് ആദ്യമായിട്ട് സംഖ്യകൾക്ക് പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ സംഖ്യകളും നമ്മുടെ ജീവിതം തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് പൈതഗോറസ് എന്ന് പറയുന്നത്. പിന്നെ സംഖ്യാശാസ്ത്രം പറയുന്നത്, സംഖ്യാശാസ്ത്രത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാലോ, യൂണിവേഴ്സിന് വൈബ്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. എല്ലാ പ്ലാനറ്റ്സിനും ഒരു വൈബ്രേഷൻ ഉണ്ട്, എല്ലാ ആറ്റങ്ങൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്, അതേപോലെ മനുഷ്യനൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ് ന്യൂമറോളജി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉയരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? യു വിൽ സ്റ്റാർട്ട് ടു ഗെറ്റ് റിസൾട്ട്. ന്യൂമറോളജിയുടെ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ അവബോധം വളർത്തുക എന്നുള്ളതാണ്. പിന്നെ അതായത് ശരിക്കും ന്യൂമറോളജിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചില ആന്തരികമായിട്ടുള്ള നമ്മുടെ പ്രചോദനങ്ങൾ, ഇന്നർ മോട്ടിവേഷൻസ് എന്ന് പറയും. അതായത് ലൈഫിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുക, ഡിസ്കവർ യുവർ സെൽഫ് എന്നുള്ളതാണ് ന്യൂമറോളജിയിലെ ഒരു ബ്രോഡായിട്ടുള്ളത്. അതൊരു വല്ലാത്തൊരു ഫീൽഡാണ്. ഇത് ശരിക്കും 1800-കളിൽ മുതൽ വെസ്റ്റേൺ ഇതിൽ, എസ്പെഷ്യലി മിസ്സിസ് ഡോ ബാലിയേറ്റ് എന്ന് പറയുന്നവരാണ് മ്യൂസിക്, അതിൻ്റെ വൈബ്രേഷൻ, സംഖ്യകളുടെ വൈബ്രേഷൻ, കളറുകളുടെ വൈബ്രേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ പഠിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ സംഖ്യകളുടെ വൈബ്രേഷനെ കുറിച്ചും ഈ സംഖ്യാശാസ്ത്രം എന്നുള്ളത് ഇത്രയ്ക്ക് ഒരു പ്രശസ്തിയാണ് കാര്യം. സത്യത്തിൽ ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്കറിയാലോ, എപ്പോഴും ഒരു വെസ്റ്റേൺ ബാക്കപ്പ് വരുമ്പോഴാണ് അതിനൊരു ഇത് കിട്ടുന്നത്. അപ്പോൾ സംഖ്യാശാസ്ത്രത്തിന്റെ പ്രാഥമികമായുള്ള തത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈബ്രേഷൻ മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മൾ എത്തുക, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. ഇനി ടാരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മളെപ്പോഴും ഒരു വേദനയിൽപ്പെട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ നിൽക്കുമ്പോഴോ, നമ്മളെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ നമുക്ക് അടുത്ത പടി എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ടാരോ എന്ന് പറയുന്നത്.
വിഷ്വൽ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റും. നിങ്ങൾക്കറിയാലോ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഭാഗ്യപ്രവചനം കാർട്ടോമാൻസി എന്ന് പറഞ്ഞത് വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ടാരോയും പ്രചാരം നേടുന്നത്. അപ്പോൾ ശരിക്കും 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ യൂങ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ ബാഹ്യമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താ പറയുക ഒരു ബന്ധമില്ലാന്ന് തോന്നും. നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഔട്ടർ റിസൾട്ട് മാറി തുടങ്ങും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് എന്താ പറയുക ന്യൂമറോളജിയും ടാരോയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈഫ് പാത്ത് നമ്പർ എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം ന്യൂമറോളജിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ. ലൈഫ് പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മിഷൻ എന്താണ് എന്നുള്ള നമ്പറാണ്. അതായത് നമ്മുടെ യഥാർത്ഥ സത്ത, വാട്ട് ഈസ് അവർ ട്രൂ പൊട്ടൻഷ്യൽ. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഒരു ജനിച്ച് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ എൻവയറൺമെന്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. 11 ലൈഫ് പാത്ത് നമ്പറുകളാണുള്ളത്, 1 മുതൽ 9 വരെയും, പിന്നെ 11ഉം 22ഉം. അതിൽ 11ഉം 22ഉം എന്ന് പറയുന്നത് മാജിക്കൽ നമ്പേഴ്സ് ആണ്. വളരെ റയറായിട്ട് വളരെ കുറച്ച് പേര് കാണുള്ളൂ. നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കമൻറ്റ് ചെയ്യണം. കാരണം ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ഇറ്റ് ആൻഡ് ഐ വാണ്ട് ടു വാട്ട് യു മേ കോൾ, എന്താ പറയുക, ഐ വാണ്ട് ടു സേ ദാറ്റ് യു ആർ വെരി സ്പെഷ്യൽ പേഴ്സൺ. 1 to 9 മോശം എന്നല്ല പറയുന്നത്, 11 and 22 ആർ സ്പെഷ്യൽ നമ്പേഴ്സ് ഇൻ ന്യൂമറോളജി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് പാത്ത് നമ്പർ കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടുപിടിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിക്കുള്ളത് ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റം ഉണ്ടെങ്കിൽ അതല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ ജനിച്ച, അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം, ജോർജിയൻ കലണ്ടർ എന്ന് പറയും, ഡേറ്റ്, മന്ത്, ഇയർ, അത് ഫുൾ ഇയർ 4 ഇത് കൂട്ടണം. ഉദാഹരണത്തിന് നിങ്ങൾ ഫെബ്രുവരി 10 ജനിച്ച ആളാണെങ്കിൽ 990 മുതൽ ഫെബ്രുവരി 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 10 ഫെബ്രുവരി 021993 ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 2 ഡിജിറ്റ് നമ്പറാണ് കിട്ടുക. അത് 22 or 11 ആണെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ. മറ്റേത് നമ്പർ ആണെങ്കിലും, ഇപ്പോൾ ഇവിടെ 25 ഒന്നുകൂടി ആഡ് ചെയ്യണം. അങ്ങനെ ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 7 എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ലൈഫ് പാത്ത് നമ്പർ. അപ്പോൾ ഇത് നിങ്ങളിവിടെ പോസ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് വെക്കണം. കാരണം ആ 11 നമ്പർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ നിങ്ങൾക്ക് സഹായിക്കാനും സ്വയം നിങ്ങൾക്ക് സഹായിക്കാനും പറ്റും. ഇനി നമ്മൾ ടാരോ കാർഡിന്റെ പേഴ്സണാലിറ്റിയിലേക്ക് വരികയാണ്. 11 മേജർ ആർക്കാന കാർഡുകളാണ് നമ്മുടെ പേഴ്സണാലിറ്റി പറയുന്നത്. നിങ്ങൾക്ക് ടാരോ അറിയില്ലെങ്കിൽ, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വളരെ തുച്ഛമായിട്ടുള്ള ഇതിൽ അത് എന്താ പറയുക 1 ലക്ഷം പേരെ ടാരോ പഠിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇറ്റ്സ് വെരി എന്താ പറയുക എമേർജിങ് ഫീൽഡാണ്. ഒരുപാട് പേർക്ക് സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ടാരോ റീഡറായിട്ട് അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു, ഗിവ് മി ആൻ ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ആരിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ മേജർ ആർക്കാന എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യൂണിവേഴ്സൽ രഹസ്യങ്ങളാണ്. അതിലെ വരുന്ന ആദ്യത്തെ 9 കാർഡുകൾ, ആ കാർഡിന്റെ പേരും, അപ്പം നിങ്ങൾക്കിപ്പോൾ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ആ നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 11, 22 ആണെങ്കിൽ ഇതാണ് ടാരോ കാർഡിൽ നിങ്ങളുടെ അർത്ഥം. ഫോർ എക്സാമ്പിൾ 1 ആണെങ്കിൽ യു ആർ എ മജീഷ്യൻ, നമ്പർ 2 ആണെങ്കിൽ യു ആർ ഹൈ പ്രീസ്റ്റസ്, 3 ആണെങ്കിൽ ദി എംപ്രസ്, 4 ആണെങ്കിൽ എംപറർ, 5 ആണെങ്കിൽ ഹീറോഫെന്റ്, 6 ആണെങ്കിൽ ലവേഴ്സ്, 7 ആണെങ്കിൽ ദ ചാരിയറ്റ്, 8 ആണെങ്കിൽ ദ സ്ട്രെങ്ത്, 9 ആണെങ്കിൽ ദ ഹെർമിറ്റ്, 11 ആണെങ്കിൽ ജസ്റ്റിസ്, 22 ആണെങ്കിൽ വേൾഡ്. ഇനി ആണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് കടക്കാൻ പോകുന്നത്. ആർ യു എക്സൈറ്റഡ്? നിങ്ങളുടെ നമ്പർ 1 കിട്ടിയെങ്കിൽ നിങ്ങൾ മജീഷ്യനാണ് ടാരോ കാർഡിൽ. അതിനർത്ഥം നിങ്ങൾ 1 ആളാണെങ്കിൽ, 1 വ്യക്തികൾ വളരെ അതിമോഹമുള്ളവർ. അതിമോഹം എന്ന് പറഞ്ഞാൽ അംബീഷ്യസ്, ഇറ്റ്സ് എ വെരി ഗുഡ് വേർഡ് ഇൻ ഇംഗ്ലീഷ്. സ്വയം ആശ്രയിക്കുന്നവരും, അതായത് സെൽഫ് റിലയൻറ്റും പ്രവർത്തന അധിഷ്ഠിതരുമാണ്, ആക്ഷൻ ഓറിയന്റഡ്. അതായത് 1 നിങ്ങളുടെ ജനറൽ നേച്ചർ, നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിരിക്കും, റിലയൻ്റ് ആയിരിക്കും, ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, നേതൃത്വം, മുൻകൈ. അതായത് നിങ്ങൾ എല്ലാം മുൻകൈ എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും. മാത്രമല്ല സ്വന്തം ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നവരും, സ്വന്തം വിധി, സ്വന്തം ഫെയ്റ്റ്, ഡെസ്റ്റിനി ഏറ്റെടുക്കാൻ കഴിവുള്ളവരായിരിക്കും. നിങ്ങൾ ഹൈലി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അതായത് ജീവിതത്തിൽ വാട്ട് യു മേ കോൾ ഓൾ റിസോഴ്സസ് യു ഹാവ് ഗോട്ട് വിത്ത് യു. പ്രശ്നപരിഹാരം കാണാൻ കഴിവുള്ളവരാണ്, ശക്തമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആളാണ്, നിശ്ചയദാർഢ്യമുള്ള ആളാണ്. അതായത് 1 എന്ന് പറയുന്നത് എന്താ പറയുക, മജീഷ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ മജീഷ്യൻ അല്ല, പണ്ടത്തെ മജീഷ്യനാണ്. അതായത് എല്ലാ റിസോഴ്സുമുള്ള, വളരെ കഴിവുള്ള, നേതൃത്വം, സർഗാത്മകത, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് ചെറുതായിട്ടെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും, പക്ഷേ ഇതിനും ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും.
ഇനി നിങ്ങളുടെ നമ്പർ 2 ആണെങ്കിൽ നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നതിലാണ് വരുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞ വ്യക്തികൾ വരുന്നത്, സെക്കൻഡ്, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, സഹാനുഭൂതിയുള്ളവരും അവബോധമുള്ളവരും. അതായത് നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉള്ള ആളാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. സീക്രട്ട് നോളജ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഇന്നർ വിസ്ഡമാണ് കൂടുതലുള്ളത്. ഉൾക്കാഴ്ച, ആത്മീയ ജ്ഞാനം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മജീഷ്യന് ഔട്ടർ വേൾഡ് റിസോഴ്സ് ആണുള്ളെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്നർ റിസോഴ്സ് ആണ്. നിങ്ങൾക്ക് മനുഷ്യരുടെ സ്വഭാവത്തെ പറ്റി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ വിദഗ്ധരായിട്ടുള്ള എന്താ പറയുക മധ്യസ്ഥത വഹിക്കാൻ കഴിവുള്ള ഒരു ഉപദേശകരുമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് പുരോഹിതരെ പോലെ ഭയങ്കര ആത്മീയമായ ആന്തരിക അറിവുണ്ട്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഗട്ട് ഫീലിംഗ് എന്ന് പറയും. അതായത് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉള്ളിൽ നിന്ന് പറ്റും. ഇനി നിങ്ങളുടെ നമ്പർ 3 ആണെങ്കിൽ നിങ്ങൾ ദി എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നത്. ഇത് നിങ്ങൾ വളരെയധികം എന്താ പറയുക ആത്മവിശ്വാസമുള്ളവരും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. മാത്രമല്ല നിങ്ങൾ വളരെ ഫ്രണ്ട്ലി, അബണ്ടൻസ് ആണ് എംപ്രസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഹൈ ക്രിയേറ്റിവിറ്റിയും വളരെ സമൃദ്ധിയും എന്താ പറയുക ആൾക്കാരെ നേർച്ചർ ചെയ്യാനുള്ള കഴിവുള്ള ആളുമായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് കലകളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും, ഒരു സ്വാഭാവിക അഭിരുചി. മാത്രമല്ല ലോകത്തിലെ സൗന്ദര്യം ആസ്വദിക്കുന്നവരും ഐക്യം കൊണ്ടുവരുന്നത് ഇഷ്ടമുള്ള ഒരാളുകളാണ്. നിങ്ങൾ ജീവിതം ഒരു ചക്രവർത്തിയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, പിന്തുണയ്ക്കുക. അതായത് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആളുകളെ പരിപോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ പ്രൊഫഷനിൽ നിങ്ങൾ നന്നായിട്ട് ഷൈൻ ചെയ്യും. ഇനി 4 വന്നതെങ്കിൽ എംപറർ എന്ന് പറയുന്ന ലീഡറാണ്, പവർഫുള്ളാണ്. അതായത് നിങ്ങൾ വളരെ അച്ചടക്കമുള്ളവരായിരിക്കും, പിന്നെ കഠിനാധ്വാനികളായിരിക്കും, മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്താ പറയുക സ്വയം ഇത് ചെയ്യുന്ന ആളുകളായിരിക്കും. കഠിനാധ്വാനം, അധികാരം, സ്ഥിരത, ഘടന എന്നിവയാണ് നിങ്ങൾ ഇതാക്കുന്നത്. സ്ട്രക്ചേർഡ് ആയിരിക്കും, നിങ്ങൾ വളരെ സ്ഥിരതയുള്ള ആളായിരിക്കും, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അധികാരം, പവറിനോട് താല്പര്യമുള്ള ആളായിരിക്കും. പിന്നെ പല കാര്യങ്ങളും ഉറച്ച അടിത്തറ കെട്ടിപ്പടുക്കുക, ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, ജീവിതത്തിൽ ക്രമം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്താ പറയുക പ്രായോഗിക ബുദ്ധിയിൽ ജീവിക്കുന്നവരാണ്. സംഘടന കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് പ്രൊഫഷനിൽ നിങ്ങൾക്ക് എന്താ പറയുക തന്ത്രജ്ഞനാവാനും നിങ്ങൾക്ക് പറ്റും. നമ്പർ 4 ആണെങ്കിൽ. നമ്പർ 5 എന്ന് പറയുന്നത് ഹെയ്റോഫെന്റ് എന്ന് പറയും. ഹെയ്റോഫെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാരോ ഇതിൽ പോപ്പാണ്. ഇത് 5 എന്ന് പറയുന്നവർ നിങ്ങൾ വേഴ്സറ്റൈലാണ്, ബഹുമുഖ പ്രതിഭയായിരിക്കും. നിങ്ങൾ സാഹസികരായിരിക്കും, ജിജ്ഞാസികളായിരിക്കും. മാത്രമല്ല ട്രഡീഷൻ, പാരമ്പര്യം, ജ്ഞാനം, ആത്മീയ മാർഗനിർദ്ദേശം എന്നിവ നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവും. മാത്രമല്ല എപ്പോഴും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും. മാറ്റങ്ങൾ, ചേഞ്ച് നിങ്ങൾ ആവേശത്തോടുകൂടി സ്വീകരിക്കും. നിങ്ങൾ ഒരു ഹീറോഫെന്റ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ജ്ഞാനമുള്ള ആളാണ്. ദാർശനികരായിരിക്കും, അതായത് നിങ്ങൾക്ക് വിഷണറി ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ഉപദേഷ്ടാവോ നല്ലൊരു അധ്യാപകനായി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. 6 എന്ന് പറയുന്ന ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. 6 ഉള്ളവർ പൊതുവെ എന്താ പറയുക ഹാർമണി, ഫാമിലി ഓറിയന്റഡ്, കുടുംബത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സ്നേഹം, ഐക്യം, ബന്ധങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. വളരെയധികം അനുകമ്പയുള്ള ആളുകളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു നല്ല അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല ഈ എന്താ പറയുക ലവേഴ്സിനെ പോലെ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളെയാണ് നിങ്ങൾ വിലമതിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഹേർട്ടാവും. കാരണം ബന്ധങ്ങൾ വിട്ടുപോകുമ്പോൾ, അത് ഫ്രണ്ട്സ് ആണെങ്കിലോ ആരാണെങ്കിലും. മാത്രമല്ല നിങ്ങളൊരു ഐക്യം, കാരണം നിങ്ങൾക്കൊരു ഹാർമണി, ഫാമിലി, ബന്ധങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഇനി 7 ചാരിയറ്റ് എന്ന് പറയുന്നത് രഥമാണ്. രഥം വളരെയധികം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആത്മപരിശോധന ഉള്ളവർ, ആത്മീയ ചായവുള്ളവരാണ്. അതിനേക്കാളും കൂടുതൽ വിജയിക്കണം, ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ, ആത്മനിയന്ത്രണം എന്നിവയെല്ലാം ഉള്ള വ്യക്തികളായിരിക്കും നമ്പർ 7 വരുന്നത്. നിങ്ങൾക്ക് അറിയാനുള്ള ഒരു അന്വേഷണ ത്വരതയുണ്ട്, ആന്തരിക ജ്ഞാനമുണ്ട്, നിങ്ങൾക്ക് വിവേകമുണ്ട്. മാത്രമല്ല ജീവിതം വളരെ വേഗത്തിൽ പോകുമ്പോഴും നിങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഉള്ള ഇതുണ്ട്. അതിന് കാരണം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട്, ലക്ഷ്യങ്ങളിൽ എത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തിരിച്ചറിയണം. ഇനി 8 എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ളതായിരിക്കും. ആത്മവിശ്വാസമാണ് 8ന്റെ ശക്തി എന്ന് പറയുന്നത്. ദൃഢനിശ്ചയമായിരിക്കും, അതായത് ഡിറ്റർമിൻ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയേ അടങ്ങൂ എന്ന് ഉറപ്പുള്ള ആളുകളാണ്. അപാരമായ ധൈര്യമുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്, ആന്തരിക ശക്തിയുള്ളതാണ്. ഏറ്റവും പ്രത്യേകത 8 എന്ന് പറയുന്നത് വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള കഴിവാണ്. അതായത് ഏത് പ്രതിസന്ധിയിൽ നിന്നും ഒരു കോർണേഡ് കാറ്റിനെ പോലെ
പുരുതി കയറാൻ നമ്പർ 8 ലൈഫ് പാത്തുള്ളവർക്ക് പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത്. എവിടെ കൊണ്ട് ഏത് സാഹചര്യത്തിൽ പെട്ടാലും നിങ്ങൾ പൊരുതി കയറും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു കടുത്ത പോരാളിയുണ്ട്. ഇനി 9 എന്ന് പറയുന്നവര് ദ ഹെർമിറ്റ് എന്ന് പറയും. ഈ വ്യക്തികൾ വളരെ അനുകമ്പയുള്ളവരാണ്. മനുഷ്യത്വം, ജ്ഞാനം, കുറച്ച് എന്താ പറയുക, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. പൊതുവേ അങ്ങനെ എക്സ്ട്രോവേർട്ട് ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല. ആത്മീയ പരിശോധന എപ്പോഴും, ജ്ഞാനം, പ്രബുദ്ധതയൊക്കെയുള്ള ആളുകളാണ്. അതായത് എന്ത് കാര്യവും കുറേ നേരം ആലോചിച്ച് ചിന്തിച്ച് പതുക്കെ ചെയ്യുന്ന ആളാണ്. ലോകത്ത് മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വയം ഉത്തരം തേടും, പുറമേ അല്ല. ആന്തരിക ജ്ഞാനം ഉള്ളതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ ഉത്തരം തേടുന്നത്. അങ്ങനെ വരുന്ന ആളുകളാണ് 9 വരെ വരുന്നത്. 11, 22 ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ നമ്പേഴ്സ് ആണ്. അതാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അറിയണം. നിങ്ങൾ ഈ 9 നമ്പറേക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ വ്യക്തികൾ വളരെ എന്താ പറയുക, അവബോധമുള്ളവരാണ്. സംവേദനക്ഷമതയും ഡ്രീമേഴ്സ് ആണ്. ഡ്രീമേഴ്സ് എന്ന് പറയുന്നത് അബ്ദുൽ കലാം പറയുന്ന ഡ്രീമാണ്. അതായത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, പുതിയ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങളുടെ ഏറ്റവും ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ വാള് പിടിച്ച് ഈ കയ്യിൽ ഒരു ത്രാസുമായിരിക്കുന്ന ഒരു പടമാണ്. നീതിയാണ് നിങ്ങളുടെ ശക്തി, ബാലൻസ്, സമനില, സത്യം. അതായത് നിങ്ങൾ നീതി നടപ്പാക്കാൻ വേണ്ടി വാളെടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര സഹാനുഭൂതിയുള്ള ആളുകളാണ്. പക്ഷെ അതേസമയം ലൈഫിൽ നല്ല ബാലൻസ് വേണം, ഡിസിപ്ലിൻ വേണം. അത് നിങ്ങൾ ഇമ്പോസ് ചെയ്യും. ആളുകളെ തുലനം ചെയ്തേ മനസ്സിലാക്കൂ, ശിക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നീതിബോധം എന്ന് പറയുന്നത് വളരെ ശക്തിയാണ്. കാര്യങ്ങൾ ഡ്രീം ചെയ്ത് മാറ്റണമെന്നുണ്ടാവും. ഇനി 22 നിങ്ങൾ വന്നതെങ്കിലോ ഔട്ട്സ്റ്റാൻഡിങ് മാജിക്കൽ നമ്പറാണ്. നിങ്ങളൊരു ലീഡറാണ്. ലീഡർ എന്ന് പറയുന്നത് നമ്മൾ ടാറ്റ, ബിർള ആ രീതിക്കുള്ള വലിയ വിഷണറി, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ദീർഘവീക്ഷണമുള്ള ആളായിരിക്കും നിങ്ങൾ. ഭയങ്കര അംബീഷ്യസ് ആയിരിക്കും, വലിയ മോഹങ്ങളുള്ള ആളുകളായിരിക്കും. വലിയ തോതിൽ അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും. പല കാര്യങ്ങളും നിങ്ങൾക്ക് വൈദഗ്ധ്യവും അത് പൂർത്തീകരിക്കാനുള്ള കഴിവും അനന്ത സാധ്യതകളുമുള്ള ഒരു വ്യക്തിയാണ് 22 എന്ന് പറയുന്നത്. നിങ്ങളുടെ ദർശനങ്ങളെ എന്താ പറയുക, നിങ്ങളെ ഒരു ദാർശനികത യഥാർത്ഥമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വളരെ പ്രായോഗികതയുള്ള ആളുകളാണ് നിങ്ങൾ. ആദർശവാദികളാണ്. അപൂർവ സംയോജനമാണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. ലോകത്ത് ഒരു ശാശ്വതമായിട്ടുള്ള പാരമ്പര്യം. ഇപ്പം നമ്മൾ ഇലോൺ മസ്ക് എന്നൊക്കെ പറയുന്ന ആൾ 22 ആണെന്ന് എനിക്കറിയില്ല. അതേപോലെ എന്താ പറയുക, റേഞ്ചുള്ള ഒരാളാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫ് പാത്ത് നമ്പറും ന്യൂമറോളജിയും കാണിക്കുന്ന പോലെ തന്നെയാണ് ടാരോയിലും വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ ക്ലാസ്സിലേക്ക് വരിക. ഐ വിൽ ടീച്ച് യു. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.